ഞങ്ങൾ ഇറക്കവാ ഇറങ്ങി ചെല്ലുന്ന പമ്പ. ഇതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും മിക്കവാറും. ആ സൈഡ് നോക്കിയാണ് മലയും കോടയും, ഈ സൈഡ് നോക്കിയാണ് അടിപൊളി റോഡും. കോടമഞ്ഞൊക്കെ റോഡിലോട്ട് ഇങ്ങനെ ഒഴുകി നടക്കുക. പണ്ട് ഇവിടെ ബസ് നിർത്തിയിട്ടേ ചാലക്കയത്ത് ഇവിടെ നടന്നാ പോയിക്കൊണ്ടിരുന്നു. പമ്പ പിന്നല്ലേ ബസ് സ്റ്റാൻഡ് ആയത്. വളവിൽ ആ സൈഡിൽ ഓവർടേക്ക്. വീണ്ടും മഴ ഉറച്ചു തുടങ്ങി. പമ്പയിലെത്തിയപ്പോഴത്തേക്ക് വെള്ളിഞ്ഞൂർ മണികണ്ഠന്റെ കെട്ടും കെട്ടിയുള്ള ശബരിമല യാത്ര അങ്ങനെ നമ്മളിവിടെ പമ്പയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം 5 മണിയായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഇനി നമ്മുടെ യാത്ര നടന്നാണ്. ആനനെ ഇറക്കി കഴിഞ്ഞാൽ ആന വണ്ടിയും കൊണ്ട് ശരത്തലയും തിരിച്ചു പോകും. പോയിട്ട് ഇനി ഒരു 10 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. കാരണം 10 ദിവസം ആന ഇവിടെ ഉണ്ടാവും, സന്നിധാനത്തുണ്ടാവും. ഇവിടുത്തെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞേ ഇനി തിരിച്ചിറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പൊ കാണാം. പോയിട്ട് വരാം. ഇറങ്ങുമ്പോളിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ കൃഷ്ണകുമാരണ്ണൻ ഒന്നാം പാപ്പാൻ ആനയ്ക്ക് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിനി നേരെ എത്ര 5 കിലോമീറ്റർ ഉണ്ടല്ലേ? 4 കിലോമീറ്റർ ഉണ്ട്. നടന്നാണ് യാത്ര. എല്ലാം റെഡിയല്ലേ? ബാഗൊക്കെ ആയിട്ടാ വന്നേ? ഞാൻ സത്യം പറഞ്ഞാൽ മുകളിലോട്ട് കയറുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാട്ടുപന്നി. അപ്പോൾ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വെളിഞ്ഞൂർ മണികണ്ഠൻ ഒന്നാം പാപ്പൻ്റെ കൂടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മല കയറി തുടങ്ങി. വെളിഞ്ഞൂർ മണികണ്ഠനോടൊപ്പം നമ്മൾ മലയേറുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കൊടിയേറ്റമാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഇനി മണികണ്ഠൻ തിരിച്ചിറങ്ങത്തുള്ളൂ. 10 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. പാപ്പാന്മാരും ഇവിടെ തന്നെ ഉണ്ടാവും. രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.